ഹായ് ഗൈസ് എല്ലാവർക്കും ഫാർമലഗയുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ദിസ് ഈസ് എ ലേണിംഗ് പ്ലാറ്റ്ഫോം ആൻഡ് മൈ നെയിം ഈസ് ജസ്ന ഗഫൂർ. ഇന്നത്തെ ഫാർമലഗയുടെ വീഡിയോയിൽ ഇന്ത്യയിലെ ഫാർമസി കോഴ്സസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഇസ് ഓൾ അബൌട്ട് ഫാർമസി. നെക്സ്റ്റ്, ഫാർമസി കോഴ്സസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് മെയിൻലി മൂന്നായിട്ടാണ്. ദാറ്റ് ഈസ് ഡി ഫാം, ബി ഫാം ആൻഡ് ഫാം ഡി. DPharm is a 2-year diploma course. ഡിപ്ലോമ ഇൻ ഫാർമസി എന്നാണ് വിളിക്കുന്നത്. ബി ഫാം എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് ഫാർമസി ആണ്. 4 വർഷത്തെ ഡിഗ്രി കോഴ്സ് ആണ് ബി ഫാം. മൂന്നാമത്തേതാണ് ഫാം ഡി. ഡോക്ടർ ഓഫ് ഫാർമസി എന്നാണ് പറയുന്നത്. 6 വർഷത്തെ ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണ് ഫാം ഡി. ബി ഫാം പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് 4 വർഷത്തെ ആ ഒരു പഠനത്തിന് ശേഷം എം ഫാം എന്ന് പറയുന്ന ഒരു PG കോഴ്സ് പഠിക്കാവുന്നതാണ്. അത് 2 വർഷമായിരിക്കും. 4 സെമിസ്റ്റർ ആയിട്ടാണ് എം ഫാം ഉള്ളത്. അതിനുശേഷം PhD എടുക്കാവുന്നതാണ്. ഒരു 3 to 6 years ആയിരിക്കും PhDയുടെ ഡ്യൂറേഷൻ. So this is all about the summary of the pharmacy courses in India. Okay, DPharm, BPharm and PharmD. Next is after +2 അല്ലേ, ഇങ്ങനെ 3 കോഴ്സാണ് ഉള്ളത്. അതിനുശേഷമുള്ള ആദ്യത്തെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് DPharm, ഡിപ്ലോമ ഇൻ ഫാർമസി. ഇത് 2-year ഡിപ്ലോമ കോഴ്സ് ആണ്. +2 ശേഷം നമുക്ക് ഡയറക്ട്ലി DPharm എടുക്കാൻ പറ്റും. DMAയുടെ അണ്ടറിലാണ് ഈ ഒരു കോഴ്സ് പ്രവർത്തിക്കുന്നത്. ദാറ്റ് ഈസ് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. സാലറി നോർമലി 15,000 to 25,000 ആണ്. ഈ ഒരു 2-year കോഴ്സിന് ശേഷം 3 months ഹോസ്പിറ്റൽ ഇന്റേൺഷിപ്പ് വളരെ നിർബന്ധമാണ്. തിയറിയും പ്രാക്ടിക്കലും ഇൻക്ലൂഡഡ് ആണ് DPharmന്റെ സിലബസിൽ. ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയും ഫാർമക്കോളജിയുമാണ് ഇതിലെ മെയിൻ കോർ സബ്ജക്ട്സ്. ഫാർമക്കോഗ്നോസിയും ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് ഒക്കെ ഇതിൻ്റെ ഒരു സബ്ജക്ട്സും ആണ്. പിന്നെ DPharm പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് എന്തൊക്കെ തൊഴിലാണ് ചെയ്യാൻ പറ്റുന്നത് ചോദിച്ചാൽ, മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയിട്ടും ക്ലിനിക്കൽ റിസർച്ച് കോർഡിനേറ്റർ ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഈ DPharm കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഗവൺമെന്റ് കോളേജസ് ആണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അതുപോലെ കോട്ടയം, കോഴിക്കോട്. ഇവരൊക്കെ കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതാണ് DPharmനെ പറ്റിയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ഈസ് BPharm, ബാച്ചിലർ ഓഫ് ഫാർമസി. ഒരു UG, അതായത് അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു ഡിഗ്രി കോഴ്സ് ആണ് ഈ BPharm എന്ന് പറയുന്നത്. പ്രൊഫഷണൽ കോഴ്സ് വിച്ച് ഇസ് കംസ് അണ്ടർ ദി KUHS, കുഹാസ് എന്ന് പറയും. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ആണ്. തൃശ്ശൂരാണ് ഇവരുടെ മെയിൻ ഹെഡ് ഓഫീസ് ഉള്ളത്. കുഹാസിന്റെ കീഴിലാണ് BPharm എന്ന് പറയുന്ന കോഴ്സ് കേരളത്തിൽ എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. 4 years കോഴ്സ് ആണ് BPharm എന്ന് പറയുന്നത്. 8 സെമിസ്റ്റർ ആയിട്ടാണ് BPharm കോഴ്സ് നമ്മൾ പഠിപ്പിക്കുന്നത്. BPharm കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഗവൺമെന്റ് കോളേജസ് ആണ് തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ. ഗവൺമെന്റ് കോളേജസിൽ നമുക്ക് BPharmന് പഠിക്കണം എന്നുണ്ടെങ്കിൽ കീം പരീക്ഷ എഴുതണം. ഫിസിക്സ് കെമിസ്ട്രി പേപ്പർ 1 എഴുതിയിട്ട് കീമിന്റെ റാങ്ക് അടിസ്ഥാനത്തിലാണ് അലോട്ട്മെന്റ് വന്നിട്ട് നമുക്ക് ഗവൺമെന്റ് കോളേജസിൽ BPharm പഠിക്കാൻ പറ്റുന്നത്. അതേസമയം ഇപ്പൊ പ്രൈവറ്റ് കോളേജസിലാണെങ്കിൽ ചില കോളേജസിൽ കീമിന്റെ റാങ്ക് അവർ നോക്കും. ബട്ട് ഇറ്റ് ഡസന്റ് മാറ്റർ. അവർ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഡൊണേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ അവർ ഡയറക്ട്ലി കയറ്റും. പ്രൈവറ്റ് കോളേജസിൽ കീമിന്റെ റാങ്ക് നിർബന്ധമില്ല. ഓക്കെ, ദെൻ ലാറ്ററൽ എൻട്രി വഴി നമുക്ക് DPharm പഠിച്ചതിന് ശേഷം BPharmലോട്ട് കയറാൻ പറ്റും. അതായത് BPharm എന്ന് പറയുമ്പോൾ 8 സെമിസ്റ്റർ ആണെന്ന് പറഞ്ഞല്ലോ. 3ാമത്തെ സെമിസ്റ്ററിന്റെ സമയത്താകുമ്പം DPharm പഠിച്ച ഒരു വിദ്യാർത്ഥി, ഡിപ്ലോമ പഠിച്ച ഒരു കുട്ടിക്ക് BPharmന്റെ 3ാമത്തെ സെമിസ്റ്ററിലോട്ട് കയറാൻ പറ്റും. അങ്ങനെ ലാറ്ററൽ എൻട്രി നമുക്കിവിടെ സാധ്യമാണ്. അതുപോലെ BPharm കോഴ്സിലും തിയറിയും പ്രാക്ടിക്കലും വിത്ത് 1 month ഇന്റേൺഷിപ്പുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6ാമത്തെയും 7ാമത്തെ സെമിസ്റ്ററിന്റെ ഇടയിലായിരിക്കും ഈ 1 month ഇന്റേൺഷിപ്പ് ഉള്ളത്. സോ നെക്സ്റ്റ് ഈസ് വാട്ട് ആഫ്റ്റർ BPharm. നമുക്കറിയാം എല്ലാവരുടെ മനസ്സിൽ ഈ ഒരു ഫാർമസി എന്ന് കേൾക്കുമ്പോൾ തന്നെ മെഡിക്കൽ ഷോപ്പ് ആണല്ലോ, കടയിടുവല്ലേ, മരുന്ന് വിൽക്കുന്നതല്ല പരിപാടി എന്നല്ല കൺസെപ്റ്റ് അല്ലെ. പക്ഷെ ഫാർമസി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിയാം അതല്ല എന്നുള്ളത്. നമുക്കിപ്പം BPharm കഴിഞ്ഞിട്ട് ഡയറക്ട്ലി ജോബ് പോകണം, നേരത്തെ ഇപ്പൊ ജോലിക്ക് കയറണം താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഗവൺമെന്റ് ഫാർമസിസ്റ്റ് ആയിട്ട് PSC ഒക്കെ എഴുതിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഡ്രഗ് ഇൻസ്പെക്ടർ ആവാം, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആകാം, ഡ്രഗ് അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, അതുപോലെ ഡിസ്പെൻസിങ് ഫാർമസിസ്റ്റ് ആയിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ മെമ്പേഴ്സ് അല്ലെങ്കിൽ സ്റ്റാഫ് ഒക്കെ ഇതുപോലെ DPharm BPharm ഒക്കെ പഠിച്ചവരാണ്. നമ്മൾ ഇതുപോലെ ഈ അതോറിറ്റീസ് ഒക്കെ നോക്കുവാണെങ്കിൽ അവിടെ ഉള്ള പല മെമ്പേഴ്സും ഇതുപോലത്തെ ഫാർമസി കോഴ്സസ്
പഠിച്ചവരാണ്. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ നമുക്ക് ബി ഫാമിന് ശേഷം വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസ് നമുക്ക് ബി ഫാം പഠിച്ചതിന് ശേഷം എഴുതാൻ പറ്റും. ആണ് ഫസ്റ്റ് ഈസ് RRB. RRB എന്ന് പറയുന്നത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ എക്സാം ആണ്. നെക്സ്റ്റ് ഇസ് UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. പിന്നെ LSGD, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സാം ആണ്. PSC പബ്ലിക് സർവീസ് കമ്മീഷൻ, IMS ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ്, SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാം ആണ്. അതുപോലെ തന്നെ ഗൾഫിലോട്ട് പോകാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ഗൾഫ് എക്സാംസ് ഉണ്ട് ബി ഫാം കഴിഞ്ഞിട്ട്. അതിപ്പം DHA, MOH, HAD, SPLE എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് DHA എന്ന് പറയുന്നത് ദുബായിക്ക് പോകേണ്ടവർക്ക് എഴുതാൻ പറ്റുന്ന എക്സാം. ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ ആണ് DHA എന്ന് പറയുന്ന എക്സാം. MOH എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, അതർ UAE എമിറേറ്റ്സിന് പോകേണ്ടവർക്കാണ് MOH എഴുതുന്നത്. HAAD, ഹാഡ് എന്ന് പറയുമ്പോൾ അബുദാബിയിലൊക്കെ ഉള്ളതാണ്, അതായത് ഹെൽത്ത് അതോറിറ്റി ഓഫ് ദ അബുദാബി. നെക്സ്റ്റ് ഈസ് SPLE. SPLE എന്ന് പറയുമ്പോൾ സൗദി അറേബ്യയിലോട്ട് പോകുന്നവർ എഴുതുന്ന എക്സാം ആണ്. സൗദി ഫാർമസിസ്റ്റ് ലൈസൻസ് എക്സാമിനേഷൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ബി ഫാമിന് ശേഷമുള്ള നമുക്ക് എഴുതാൻ പറ്റുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസ്. ഇനി ബി ഫാം കഴിഞ്ഞ് എം ഫാമിന് പഠിക്കണം, അതൊരു PG കോഴ്സ് എടുത്തൊരു ഡിഗ്രിയും PGയും കയ്യിലിരിക്കുന്ന നല്ലതാണെന്നൊരു ആഗ്രഹമുള്ളവർക്ക് എം ഫാം പഠിക്കാവുന്നതാണ്. 2 years ആയിട്ടുള്ള PG കോഴ്സ് ആണ്. അതും സെമിസ്റ്റർ ആയിട്ടാണ്, അതായത് 4 സെമിസ്റ്റർ ആണ് എം ഫാം എന്ന് പറയുന്നത്. ബി ഫാം കഴിഞ്ഞ് എം ഫാമിന് പഠിക്കണം താല്പര്യമുള്ളവർക്ക് GPAT എന്ന് പറയുന്ന എക്സാം എഴുതാവുന്നതാണ്. GPAT refers to ഗ്രാജുവേറ്റ് ഫാർമസി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഓൾ ഇന്ത്യ എക്സാം ആണ്. അത് നടക്കുന്നത് NBEMS എന്ന് പറയുന്ന അതോറിറ്റിയാണ്, ദാറ്റ് ഇസ് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസ്. അപ്പോൾ അവർ നടത്തുന്ന GPAT പരീക്ഷ എഴുതിയിട്ട് നമുക്ക് ഇപ്പം കേരളത്തിലെ സംബന്ധിച്ചാണ്, കേരളത്തിലെ ഏതൊരു ഫാർമസി കോളേജസിലും നമുക്ക് GPATന്റെ മാർക്കോട് കൂടി കയറാൻ പറ്റും. ഗവൺമെന്റ് കോളേജസിലൊക്കെ ആണെങ്കിലും പ്രൈവറ്റിലായിട്ട് ഇപ്പോൾ എംഫാം പഠിക്കണം എന്നുള്ളവർക്ക് GPAT എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ നൈപ്പർ. നമുക്കറിയാം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫാർമസി റിസർച്ച് സംഭവങ്ങളൊക്കെ ഉള്ളതാണ് നൈപ്പറിൽ. അപ്പൊ നൈപ്പറിൽ എംഫാം പഠിക്കണം താല്പര്യമുള്ളവർ GPAT എഴുതണം, നൈപ്പർ എക്സാം എഴുതണം. ഓക്കെ, അപ്പം എംഫാം എടുത്തൊരു വിദ്യാർത്ഥിക്ക് എംഫാം എടുത്തതിന് ശേഷം അവരുടെ പേര് ഡോക്ടർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ PhD കൂടെ പഠിക്കാവുന്നതാണ്. 3 മുതൽ 6 വർഷം വരെയാണ് PhD എന്ന് പറയുന്നത്. പിന്നെ എംഫാമിന്റെ കോഴ്സസ് നമുക്ക് അടുത്ത സ്ലൈഡിൽ പറയാം. ഇപ്പൊ നമ്മൾ ബി ഫാമിന് ശേഷം നമ്മളിപ്പോ എംഫാമും PhD ഒക്കെ എടുത്ത് കഴിഞ്ഞ് എന്താവാൻ പറ്റുമോ, എന്താവാനോ കൂടിപ്പോയോ എന്നൊക്കെ ചിന്തിക്കുന്നവർ അറിഞ്ഞിരിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ്. നമുക്ക് എവിടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും ചോദിച്ചാൽ ഗവൺമെന്റ് ഫാക്കൽറ്റി ആയിട്ടും, R&D സയന്റിസ്റ്റ്, F&D സയന്റിസ്റ്റ് ആയിട്ടും, QC ഓഫീസേഴ്സ്, റെഗുലേറ്ററി അഫയേഴ്സ്, ക്ലിനിക്കൽ റിസർച്ച്, ഫാർമക്കോ വിജിലൻസ്, ഓൺടർപ്രണർഷിപ്പ് ഇൻ ഇന്ത്യ, അതുപോലെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിലും ഈ PG, ഡിഗ്രി, PhD എടുത്തവർക്കൊക്കെ വർക്ക് ചെയ്യാവുന്നതാണ്. നോക്കിക്കേ, ഇത്രയും അവസരങ്ങളാണ് ഫാർമസി പഠിച്ച കുട്ടികൾക്ക് ഇവിടെ ഉള്ളത്. പക്ഷെ ഇത് ആരും അറിയുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാവരും D ഫാമോ അല്ലെങ്കിൽ B ഫാം ഒക്കെ എടുത്തിട്ട് ഫാർമസി മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ ഒതുങ്ങി കൂടാണ് ചെയ്യുന്നത്. ഡസൻ നോ അബൌട്ട് ഇറ്റ്. അതിന് ഇതിനെ പറ്റിയിട്ട് ഇപ്പം ഇതിലെത്തിയവർക്ക് അറിയും. ഇപ്പം എം ഫാം പഠിച്ച് നൈപ്പറിലൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് ദേ നോ ഇതെന്തൊക്കെയാണ് നടക്കുന്നത്, സാലറി ആൻഡ് എവറിത്തിങ്. ഓക്കെ, ഇതാണ് ബി ഫാമിന് ശേഷമുള്ള കഥകൾ. നെക്സ്റ്റ് ഈസ് എം ഫാം. എം ഫാം എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു 2 years ആയിട്ടുള്ള ഒരു PG കോഴ്സാണ്. ഇത് ഗുഹാസിന്റെ അണ്ടറിലാണ് നടക്കുന്നത്. തിയറിയും പ്രാക്ടിക്കലും പ്രൊജക്റ്റും ഒക്കെ ഉള്ളതാണ്. സ്പെഷ്യലൈസേഷൻ 1 സബ്ജക്ട്. അതായത് എം ഫാമിന് നമ്മൾ കേരളത്തിലാണെങ്കിൽ ഇത്രയും ഒരു 6 സബ്ജക്ട്സിനാണ് നമ്മൾ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഫാർമസ്യൂട്ടിക്സിന് എം ഫാം എടുക്കാം, ഫാർമക്കോളജി, ഫാർമസി പ്രാക്ടീസ്, ഫാർമക്കോഗ്നോസി, ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ്, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി. ടീച്ചിങ് ഇഷ്ടമുള്ള കുട്ടികളാണ് കൂടുതൽ എം ഫാമിന് പോകുന്നത്. ഗവൺമെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസി ആയിട്ട് നമുക്ക് കേരളത്തിൽ ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും. നല്ല സാലറി ആയിരിക്കും, നമുക്ക് നല്ല ജോബ് തരുന്ന നല്ല ഒരു ബെസ്റ്റ് ജോബാണ് കേരളത്തിലെ ഒരു എം ഫാം എടുത്തിട്ട് ഈ ഒരു ഗവൺമെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസി എഴുതിയിട്ട് കയറാന്നുള്ളത്. പക്ഷെ അതിന്റെ ഒരു എക്സാം വിളിക്കുന്ന ടൈം എന്ന് പറയുമ്പോൾ നിയർ ഒരു 10 to 15 years ഒക്കെ ആവും ഒരു എക്സാം ഒക്കെ വിളിക്കാൻ. വേക്കൻസീസ് വളരെ കുറവാണ്, ആ ഒരു പ്രശ്നമേ ഉള്ളൂ. ബട്ട് ദ കോഴ്സ് ഇസ് വെരി വെരി യൂസ്ഫുൾ. നെക്സ്റ്റ് ഈസ് അവർ PharmD, ഡോക്ടർ ഓഫ് ഫാർമസി. നമുക്കറിയാം PhD എടുത്തവർക്കും ഇതുപോലെ ഡോക്ടർ എന്നൊരു പേരിട്ട് നമുക്ക് നോർമലി അറിയാം. പക്ഷെ PharmD പഠിച്ചിറങ്ങുന്ന 6 വർഷത്തെ ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങുന്ന PharmD കുട്ടികൾക്കും അവരുടെ പേരിന് മുമ്പ് ഡോക്ടർ എന്നൊരു പേര് വരും.
ആൻഡ് ഈ 6 ഇയേഴ്സിൽ 5 ഇയേഴ്സ് പഠിത്തമായിരിക്കും. അവസാനത്തെ 1 ഇയർ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഇന്റേൺഷിപ്പ് ആയിരിക്കും. പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ്ലി ഇവർക്ക് ഫാം ഡിയിലോട്ട് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ബി ഫാം പഠിച്ച ഒരു കുട്ടിക്ക് എന്താണ് ഫാം ഡിയുടെ 4ാം വർഷത്തിലോട്ട് അവർക്ക് ലാറ്ററൽ എൻട്രി വഴി കയറാൻ പറ്റും. ഓക്കെ, ബി ഫാമുകാരെ സംബന്ധിച്ച് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഫാം ഡിക്കാരായിരിക്കും കൂടുതലും പേഷ്യൻസുമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ട്. ഇപ്പം ഈ പഠന കാര്യം 6 ഇയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ കൂടുതലും ക്ലിനിക്കൽ ഫാർമസിയിലൊക്കെ നിൽക്കാൻ കൂടുതൽ ഹോസ്പിറ്റൽ ഇന്റേൺഷിപ്സ് ഉള്ളത് ഫാം ഡി സ്റ്റുഡൻസിനാണ്. ഹയർ സ്റ്റഡീസ് ഇവർക്ക് പോസിബിൾ ആണ്. മാത്രമല്ല എബ്രോഡ് പോകണമെന്ന് താല്പര്യമുള്ളവർക്കും ഫാം ഡി കോഴ്സസ് ആണ് കൂടുതൽ നല്ലത്. ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയും ഫാർമക്കോളജി, ഫാർമസി പ്രാക്ടീസ്, ഫാർമക്കോഗ്നോസി, ഫാർമസ്യൂട്ടിക്സ് എന്നീ വിഷയങ്ങളാണ് മെയിൻ ആയിട്ട് ഫാം ഡിയിലൊക്കെ പഠിക്കാനുള്ളത്. അതുപോലെ പല പല കുഞ്ഞു സബ്ജക്ട്സ് ഉണ്ട്. ഓക്കെ, സബ് ടോപ്പിക്സ് ഒക്കെ ഇപ്പം ജൂറിസ്പ്രുഡൻസ്, ഓക്കെ, ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ്, അങ്ങനെയൊക്കെ നിരവധി കുഞ്ഞു സബ്ജക്ട്സ് ഇതിന്റെ കീഴിലുള്ളതാണ്. 6 ഇയേഴ്സ് ഇല്ലേ, അപ്പൊ അതിനുള്ള പഠിക്കാനുള്ളതുണ്ട്. നെക്സ്റ്റ് ഈസ് ആഫ്റ്റർ ഫാം ഡി. ഫാം ഡിക്ക് ശേഷം നമുക്ക് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഗവൺമെന്റ് പ്രൈവറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലാണ് നിൽക്കാൻ പറ്റും. ടീച്ചിങ് ഫീൽഡിലും കയറാൻ പറ്റും ഫാം ഡി പഠിച്ചതിന് ശേഷം. അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിലും ഇൻഡസ്ട്രീസിലും ഒക്കെ നമുക്ക് ഫാം ഡി പഠിച്ച ഒരാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നെക്സ്റ്റ് ഈസ് അബൌട്ട് ഫർദർ ഇൻഫർമേഷൻ. ഇപ്പം നിങ്ങൾക്ക് അറിയാം, ഞാൻ പറഞ്ഞ പോലെ തന്നെ കുഹാസ് എന്ന് പറയുമ്പോൾ തന്നെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസ് ആണ്. കേരളത്തിലെ ബി ഫാം, എം ഫാം ഇവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കുന്നത് കുഹാസ് ആണ്. ഇവരുടെ എക്സാംസ്, ഏതൊക്കെ കോളേജസ് ആണ് ഇവരുടെ കീഴിലുള്ളത്, ആ കാര്യങ്ങൾ എനിത്തിങ് യു നീഡ് ടു നോ അബൌട്ട് ദിസ് സൈറ്റ് നോക്കിയാൽ മതി. അതുപോലെ PCI, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ, PCI അപ്രൂവ് ചെയ്ത് കോളേജസിലായിരിക്കണം ദയവ് ചെയ്ത് ഈ അഡ്മിഷനും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നോക്കണം കോളേജസ് PCI അപ്രൂവ്ഡ് ആണോ അല്ലയോ എന്നുള്ളത്. PCIയുടെ സൈറ്റിൽ കയറിയിട്ട് നോക്കിയാൽ മതി. നെക്സ്റ്റ് ഇസ് DME. ഡി ഫാമിന് ഉള്ളതാണ് DME എന്ന് പറയുന്നത്, കേരളത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് CEE, അതായത് കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻസ്. നമ്മൾ കീം എഴുതി ബി ഫാമിലോട്ട് കയറുന്ന ആ ഒരു സിറ്റുവേഷൻ ഇല്ലേ, അതിൽ നമുക്ക് സോ യൂസ്ഫുൾ ആയിരിക്കും CE എന്ന് പറയുന്നത്. കാരണം കീമിന്റെ എൻട്രൻസ് എക്സാമും അതിന്റെ അലോട്ട്മെന്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ CEയുടെ സൈറ്റിലായിരിക്കും കയറി നോക്കുന്നതും എല്ലാം അറിയുന്നതും. നെക്സ്റ്റ് ഇസ് NBEMS. നമ്മൾ GPAT എഴുതുന്ന കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുന്നതായിരിക്കും NBEMS എന്ന് പറയുന്ന സൈറ്റിൽ GPATന്റെ എക്സാംസും കാര്യങ്ങളും ഡേറ്റ് എവറിത്തിങ് സിലബസും കാര്യങ്ങളും എല്ലാം NBS സൈറ്റിലാണ് ഉള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ചറിയാം നമ്മുടെ ഭാവിയാണ്. എടുക്കുന്ന കോളേജസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പ്ലേസ്മെന്റ് ഉള്ള കോളേജസിലായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ PCI അപ്രൂവ്ഡ് കോളേജസ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ഗവൺമെന്റ് ജോലി ആണ് നമുക്ക് പെട്ടെന്ന് വേണമെന്നുള്ളവർക്ക് ബി ഫാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം കോമ്പറ്റേറ്റീവ് എക്സാം PSC ഒക്കെ എഴുതിയിട്ട് ഡയറക്റ്റ്ലി ഇപ്പം കുറേ അവസരങ്ങൾ, ഇപ്പോൾ കുറേ ജോബ്സിന്റെ അല്ലെങ്കിൽ എക്സാംസിന്റെ കാര്യം പറഞ്ഞു, ഡ്രഗ് ഇൻസ്പെക്ടർ, ഡ്രഗ് അനലിസ്റ്റിന്റെ ഒക്കെ എക്സാംസ് ഉണ്ട് ബി ഫാം കഴിഞ്ഞിട്ട്, അപ്പൊ നിങ്ങൾക്ക് കയറാൻ പറ്റും. അതേസമയം ഗൾഫിലോട്ട് പോകണം താല്പര്യമുള്ളവർക്ക് ഗൾഫ് എക്സാം ഒക്കെ ഫോക്കസ് ചെയ്തിട്ട് ബി ഫാം കഴിഞ്ഞിട്ട് തന്നെ പോകാവുന്നതാണ്. അല്ലെങ്കിൽ എം ഫാം കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ ഗൾഫ് എക്സാം ഒക്കെ എഴുതിയിട്ട് ഗൾഫിൽ വർക്ക് ചെയ്യാവുന്നതാണ്. ഫാം ഡിക്കാർക്കാണെങ്കിലും ഇതുപോലെ ഫാം ഡി പഠിച്ചതിന് ശേഷം കാനഡ, ജർമ്മനി ഓർ നമുക്ക് പുറത്തോട്ട് ഫോറിൻ കൺട്രീസിൽ നമുക്ക് ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കൂടുതൽ അവസരം കിട്ടുന്നത് ഫാം ഡിക്കാർക്കാണ്. ഓക്കെ, ദെൻ നമ്മുടെ ഫാർമസി കോഴ്സ് എന്ന് പറയുമ്പോൾ കമ്പയറിംഗ് ടു അതർ ജോബ്സ് ദർ ആർ വൈഡ് വെറൈറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എനിവെയർ ഇൻ ദ വേൾഡ്. പക്ഷെ നമ്മളത് അറിയുന്നില്ലെന്നുള്ള, എല്ലാവരും ഒതുങ്ങി കൂടിയോ ഫാർമസി ഷോപ്പ് ഒക്കെ ഇട്ടങ്ങ് പോവുകയാണ്. ബട്ട് this much of opportunities are there for the pharmacy students. Okay, next is the skills required for pharmacist. ഒരു ഫാർമസിസ്റ്റ്, രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയിട്ട് പഠിച്ചിറങ്ങുമ്പോൾ എന്തൊക്കെ സ്കിൽസ് ആണ് അവർക്ക് വേണ്ടത്? ഫസ്റ്റ് ഇസ് ഫാർമസ്യൂട്ടിക്കൽ നോളജ്, അതായത് ഇവർക്ക് ഡ്രഗ്സിന്റെ പേര്, ഡ്രഗ് ഇന്ററാക്ഷൻസ്, സൈഡ് എഫക്റ്റ് എന്തൊക്കെ കൊടുക്കാൻ പറ്റും അതിനെപ്പറ്റി നല്ല ഒരു ജ്ഞാനം ഉണ്ടായിരിക്കേണ്ടതാണ്. അനലിറ്റിക്കൽ സ്കിൽസ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ടൈം മാനേജ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതിപ്പോൾ പേഷ്യന്റ് കൗൺസിലിംഗ്, പേഷ്യന്റ് ഇന്ററാക്ഷൻ ഒക്കെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിറ്റിക്കൽ തിങ്കിങ് സ്കിൽ, അതുപോലെ കമ്പ്യൂട്ടർ ലിറ്ററസി, എത്തിക്സ് ആൻഡ് പ്രൊഫഷണലിസം, എംപതി ആൻഡ് പേഷ്യന്റ് സെന്റർഡ് കെയർ, ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് എ ഫാർമസിസ്റ്റ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഈസ് യെസ്, യു ആർ ദ ഹീറോ ഓഫ് യുവർ ഓൺ ലൈഫ് സ്റ്റോറി, നെവർ ഗിവ് അപ്പ്. നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഐഡിയ കിട്ടി. ഡി ഫാം, ബി ഫാം, ഫാം ഡി എന്ന് പറയുന്ന ഡിപ്ലോമ കോഴ്സ് എടുക്കാവുന്നവർക്ക് എടുക്കാം. ബി ഫാം ഡിഗ്രി എടുക്കണമെന്നവർക്ക് ബി ഫാം എടുക്കാം. ഫാം ഡി 6 വർഷം പഠിച്ചിട്ട് പഠിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം. 6 വർഷം പഠിച്ചു കഴിയുമ്പോൾ ഡോക്ടർ എന്ന് പേര് കിട്ടുമല്ലോ. സോ
ആസ് യു പ്രിഫർ. നമുക്ക് അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ല നമ്മുടെ മോട്ടീവ്, നമുക്ക് എന്താണ് നമുക്ക് ആഗ്രഹം അതനുസരിച്ച് നമുക്ക് ഈ ഒരു കോഴ്സ് വളരെ ശ്രദ്ധാപൂർവം സെലക്ട് ചെയ്യേണ്ടതാണ്. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ഇതുപോലെ ഓരോ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഫാർമസി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് അവർ വീഡിയോ. നെക്സ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് യൂസ്ഫുൾ വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. സോ please subscribe and share this channel if you find it useful, and thank you and have a nice day. Okay.